സമാധാനപൂർണമായ ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു രാജ്യത്ത് സമാധാനപൂർണമായ ജീവിതം ഉണ്ടാകണമെങ്കിൽ അവിടെ സാമൂഹികപരമായ സുരക്ഷയുണ്ടാകണം. സാമൂഹിക സുരക്ഷയുള്ള ഓരോ രാജ്യത്തും കുറ്റകൃത്യങ്ങൾ കുറവായിരിക്കും. അതിന് കൃത്യമായ ശക്തമായ നിയമങ്ങൾ അവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് വധശിക്ഷ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലല്ലാത്ത മറ്റു നിയമങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ ഇല്ലാതാക്കൂടാ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഈ കൊച്ചു കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇരകളാണ് അഫാന്റെ കുടുംബവും ഷഹബാസുമെല്ലാം. വധശിക്ഷ നീതി നടപ്പിലാക്കുന്നു എന്ന് പറയുന്നതിന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, യുക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിലൂടെ ഒരാളുടെ ജീവൻ അപഹരിച്ചെടുക്കുകയല്ല, മറിച്ച് അവൻ്റെയും അവനല്ലാത്ത മറ്റു ഒട്ടനേകം പേരുടെ ജീവൻ അവിടെ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിൽ ശക്തമായ നിയമങ്ങൾ ഒരു രാജ്യത്തുണ്ടെങ്കിൽ സ്വന്തം ജീവന് വില നൽകുന്ന ഒരാൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കുറ്റങ്ങളിലേക്ക് ഏർപ്പെടാൻ തയ്യാറാവുക ഇല്ല എന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടുന്നതോടൊപ്പം മറ്റൊരു കുറ്റവാളി അവിടെ നിന്ന് ഉയർന്നു വരാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതിലൂടെ അത് അവർക്കൊരു പാഠമായി മാറുകയാണ്. രണ്ടാമതായി, പഠനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ജോ എന്നെ ഷെപ്പാർഡിന്റെ ഒരു പഠനത്തിൽ കൃത്യമായി തന്നെ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കുറയുന്നതിന്റെ കണക്കുകൾ പറയുന്നുണ്ട്. ഇമാനുവൽ കാന്റ് പറഞ്ഞതുപോലെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള യഥാർത്ഥമായ നീതി എന്ന് പറയുന്നത് വധശിക്ഷയാണ്. നന്ദി. Season 9 Federal Bank Speak for India Kerala edition in association with Mathrubhumi.